ഹായ് വെൽക്കം ബാക്ക് ടു ടാൻഗോ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇടാത്തൊരു കോംബോ ആണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു കളറിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഇവിടെ യെല്ലോ റോസിൻ്റെ ലവേഴ്സ് കൂടുതലാണ്. എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേര് മാംഗോ യെല്ലോ വരുമ്പോൾ തന്നെ മേടിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ അവരെ ഓർത്തിട്ടാണ് ഈ ഒരു കോംബോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് മഞ്ഞ റോസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ. ഫസ്റ്റ് റോസ് മാംഗോ യെല്ലോ, രണ്ടാമതായിട്ട് ഈ ഒരു യെല്ലോ ബട്ടൺ റോസാണ്. ഈ ഒരു റോസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോയി. അപ്പോൾ കഴിഞ്ഞ വട്ടം ഒരുപാട് പേർക്ക് അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു ലോഡിൽ ഏകദേശം നമ്മൾ ഏകദേശം 50+ കൂടുതൽ പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോംബോയിൽ രണ്ടാമതായിട്ട് ഈ ഒരു യെല്ലോ ബട്ടൺ റോസാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഇത് ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ മഞ്ഞ റോസ് ഗാർഡനിലേക്ക് ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര 5-6 റോസിൻ്റെ ഒരു കോംബോ ആണിത്. 6 മഞ്ഞ റോസ് നമുക്ക് ഒരുമിച്ച് സ്വന്തമാക്കാനുള്ളൊരു അവസരമാണ്. ഇപ്പോൾ പലയിടത്തു നിന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ മഞ്ഞ റോസുകൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാതെ 6 പ്ലാന്റ്സ് നമുക്ക് ഒരുമിച്ച് സ്വന്തമാക്കാനുള്ളൊരു അവസരമാണ് കേട്ടോ വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള 6 മഞ്ഞ സുന്ദരികൾ. നമ്മുടെ മഞ്ഞ റോസില്ലേ, കാരണം കൂടുതലായിട്ട് എൻ്റെ അടുത്ത് വരുന്നത് മഞ്ഞ റോസ് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഒത്തിരി മഞ്ഞയുടെ കളക്ഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോംബോ 10 എണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ ഈ ഒരു ഐറ്റമാണ് നമുക്ക് ഡിമാൻഡ് ഉള്ളത്. നമുക്ക് കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതലായിട്ട് കോംബോ സെറ്റ് ചെയ്യാമെന്ന് കരുതി. പക്ഷേ നമ്മുടെ ഈ റൈസിൻ ഷൈൻ എന്ന് പറയുന്ന വെറൈറ്റി 10 എണ്ണം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കോംബോയും 10 പേർക്ക് മാത്രമേ തരാനായിട്ടുള്ളൂ. അടുത്തതായിട്ട് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. ഒരു മഞ്ഞ വെറൈറ്റിയാണ്, അടിപൊളി റോസാണ് കേട്ടോ. നമ്മുടെ മാംഗോ യെല്ലോ പോലെയല്ല. മാംഗോ യെല്ലോയുടെ ഏറ്റവും അടിയിലത്തെ ലെയറിലൊരു വൈറ്റ് ഷെയ്ഡ് കൂടെ കാണും. ഇത് ഫുള്ള് മഞ്ഞ നിറമാണ് വരുന്നത്. വിരിയുന്ന സമയത്ത് ഇച്ചിരി കൂടെ ഒരു വല്ലാത്തൊരു മഞ്ഞയാണ്. അത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ആവുന്നതാണ് കേട്ടോ. അടിപൊളി റോസാണ്. അത്യാവശ്യം ഫ്രാഗ്രൻസ് ഉള്ളൊരു റോസാണ്. നല്ല കട്ടിയുള്ള ഇതളുകളൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ നമ്മുടെ ലാസ്റ്റ് വിരിഞ്ഞ് വരുമ്പോഴുള്ളൊരവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. പെറ്റൽസൊക്കെ ഒന്ന് ചുരുണ്ട് അതേ ഒരു സ്ക്വയർ ടൈപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു റോസ്. അതാണ് ഞാൻ 3 വീഡിയോ ആയിട്ട് തന്നെ ആഡ് ചെയ്യാനായിട്ട് കാരണം. ഓരോ സ്റ്റേജസ് ആയിട്ടുള്ളത്. കാരണം പലർക്കും ഡൗട്ട് തോന്നും എങ്ങനെയൊക്കെയാണോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജസും ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കോംബോ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതിയാവും. വിളിക്കണ്ട, കാരണം ഞാനിപ്പോൾ പുതിയ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഡേസി യെല്ലോ ആണ്. നമ്മുടെ നാടൻ മഞ്ഞ റോസാണ്. നാടൻ മഞ്ഞ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബഡ്ഡിങ് പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഡ്ഡിങ് പ്ലാന്റ്സ് ആണ്. നമ്മുടെ നാട്ടു റോസാണ്. തമിഴ്നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന നാട്ടു റോസാണ്. നമ്മുടെ പട്ട് റോസ്, പന്നി റോസ് എന്നൊക്കെ പറയുന്ന പോലെ തമിഴ്നാട്ടിൽ അവരുടെ 7 days റോസും ഈ ഒരു നാടൻ മഞ്ഞയാണ് കോമൺ ആയിട്ട് അവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് റോസാണ് നമ്മുടെ കോംബോയിൽ അടുത്തതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നല്ലൊരു വെറൈറ്റിയാണ്. അടിപൊളിയായിട്ട് തന്നെ പൂക്കുന്ന ടൈപ്പാണ്. തേനീച്ചകൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ടൈപ്പ് റോസാണ്. ഇത് വിരിയുന്ന സമയത്ത് തേനീച്ച കൂട്ടം തന്നെ ഉണ്ടാവും കേട്ടോ അവിടെ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള റോസാണ്. നമ്മുടെ മഞ്ഞ റോസ് സുന്ദരീസിൻ്റെ കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസാണ് ഈ നാടൻ മഞ്ഞ റോസ് കേട്ടോ. നല്ല പ്ലാന്റ്സ് ആണ്, നല്ല ഭംഗിയാണ്. ഇതിനെ നമ്മൾ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ടൈപ്പാണ്. പിന്നെ നമ്മുടെ കോംബോയിൽ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു റോസാണ്. മിനിയേച്ചർ യെല്ലോ ആണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് മാംഗോയിലുള്ള ഒരു മിനിയേച്ചർ ടൈപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഡാർക്ക് യെല്ലോ ആയിട്ടും വിരിയും, ചിലപ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ കലർന്നും വിരിയാറുണ്ട്. തേനീച്ചകൾക്കും വണ്ടുകൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് തന്നെ അവരുടെ ശല്യം കൂടുതലായിരിക്കും. മഞ്ഞ റോസിന് പ്രത്യേക ഒരു നമ്മുടെ ഈ വണ്ടുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. കാരണം ഇത് ഫ്ലവറിങ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടുകൾ വരും. ഇതിൻ്റെ ഇല പൂക്കളെല്ലാം നശിപ്പിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ അത് മഞ്ഞ റോസ് ശ്രദ്ധിക്കുന്നവർക്കറിയാം. അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം വിരിഞ്ഞൊന്ന് ആസ്വദിക്കും മുമ്പേ തന്നെ നശിപ്പിച്ച് കളയുന്നൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോംബോ ഇത്രയേ ഉള്ളൂ. പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിലേക്ക് വരും കേട്ടോ. താങ്ക് യു.